എൻ്റെ അച്ഛൻ കെ കരുണാകരൻ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറെ ബഹുമാനിച്ചിട്ടുള്ള ഒരു ലീഡറുടെ മകള് പാർട്ടി അംഗത്വം സ്വീകരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെടച്ചിലുണ്ടാകും. ഉറപ്പല്ലേ? കാരണം മനുഷ്യനാണെങ്കിൽ ആ ഒരു തന്റെ തോൽവിക്ക് കാരണം കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം അവര് പക്വതയില്ലാത്തൊരു നേതാവായിരുന്നു എന്നാണ്. കാരണം പക്വതയുള്ള ഒരു നേതാവാണെങ്കിൽ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല പാർട്ടിയെ വിനിയോഗിക്കേണ്ടത്. ചേച്ചിയെ പോലെ, സ്വന്തം ചേച്ചിയെ പോലെ ഇടപെടുകയും ഞങ്ങൾ ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പത്മജ. തീർച്ചയായിട്ടും ചതിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പാർലമെന്റ് ഇലക്ഷൻ കാലഘട്ടത്തില് അവർ ചെയ്ത ഒരു ക്രൂര വഞ്ചന. BJPക്ക് ഒറ്റുകൊടുക്കുകയാണ് പാർട്ടി എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം TN പ്രതാപനാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ TN പ്രതാപന്റെ വോട്ടിനെ അട്ടിമറിക്കാൻ, BJPക്ക് അട്ടിമറിക്കാനായിട്ടുള്ള ഒരു തന്ത്രവുമായിട്ടാണ് അവരാദ്യം മുന്നോട്ട് വന്നത്. കാരണം BJPക്ക് സുരേഷ് ഗോപിയെ സഹായിക്കുകയാണ് അവരുടെ ലക്ഷ്യമായിരുന്നത്. അതുവഴി അവര് ഒരു എടുത്തുചാട്ടമാണ് പെട്ടെന്ന് പാർട്ടിയിൽ നിന്നൊരു പിൻവാങ്ങൽ. ഇവിടെ TN പ്രതാപൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നും അതുകൊണ്ട് താൻ BJPയിലേക്ക് പോയാൽ BJPയുടെ വോട്ട് കോൺഗ്രസിന്റെ വോട്ടിൽ നിന്നും വലിച്ചെടുക്കാം എന്നുള്ള ഒരു തന്ത്രമായിരിക്കാം അവർ മുന്നിൽ കണ്ടത്. പത്മജയെ BJPയിലേക്ക് വലിച്ചത് ഇവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള സാധനം ശരിക്കും വ്യക്തമാണ്. അത് വളരെ വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് പത്മജയെ വലിച്ചപ്പോ കെ മുരളീധരൻ ഇവിടെ വന്ന് എൻട്രി ആയത് ശരിക്കും അവര് ഷോക്കായിട്ടുണ്ടാവും. കാര്യം എന്താ വെച്ചാൽ എടുത്ത പണി കൂടിപ്പോയോ എന്ന് സംശയം ഉണ്ടാവും BJPക്ക്. നാളെ നിങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ രീതിയിൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും മാറ്റൂ എന്നുള്ളൊരു സംഭവം മനസ്സിൽ പോലും വിചാരിക്കാത്തേക്ക് BJP പത്മജയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയാണ് ശരിക്കും സത്യം. സ്ഥാനാർത്ഥിത്വം, മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പത്മജയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ റെഡിയാണ്. അത് BJPക്ക് കൂടി റെഡിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പത്മജയുടെ അക്കൗണ്ടിലൂടെ വോട്ട് പിടിക്കാം എന്നുള്ള വ്യാമോഹമായിരുന്നു BJP. നമസ്കാരം. പത്മജ വേണുഗോപാലെ ശരിക്കും BJPയിലേക്ക് പോയതിൽ പിന്നെ തൃശ്ശൂരിൽ വലിയ സംഭവ വികാസങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇരിക്കുന്നത് ലാലി ജെയിംസ് മേഡമാണ്. നമസ്കാരം മേഡം. എന്തൊക്കെ സ്ഥാനങ്ങളാണ് ശരിക്കും വഹിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ്. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് 3 തവണ വിജയിച്ച വ്യക്തിയാണ്. 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഇപ്പം നിലവിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി ആയിരുന്നില്ലേ ശരി പത്മജ? തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ അനിയത്തി അല്ലെങ്കിൽ ചേട്ടത്തി അങ്ങനെ കാണാവുന്ന ചേച്ചിയെ പോലെ, സ്വന്തം ചേച്ചിയെ പോലെ ഇടപെടുകയും ഞങ്ങൾ ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പത്മജ. ചതിച്ചുപോയോ? തീർച്ചയായിട്ടും. ചതിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പാർലമെന്റ് ഇലക്ഷൻ കാലഘട്ടത്തില് അവർ ചെയ്ത ഒരു ക്രൂര വഞ്ചന എന്ന് വെച്ചാൽ BJPക്ക് ഒറ്റുകൊടുക്കുകയാണ് പാർട്ടി എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം TN പ്രതാപനാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ TN പ്രതാപന്റെ വോട്ടിനെ അട്ടിമറിക്കാൻ, BJPക്ക് അട്ടിമറിക്കാനായിട്ടുള്ള ഒരു തന്ത്രവുമായിട്ടാണ് അവരാദ്യം മുന്നോട്ട് വന്നത്. കാരണം BJPക്ക് സുരേഷ് ഗോപിയെ സഹായിക്കുകയാണ് അവരുടെ ലക്ഷ്യമായിരുന്നത്. അതുവഴി അവര് ഒരു എടുത്തുചാട്ടമാണ് പെട്ടെന്ന് പാർട്ടിയിൽ നിന്നൊരു പിൻവാങ്ങൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവിടെ ചെയ്തത്. കാരണം ഇനി TN പ്രതാപൻ സ്ഥാനാർത്ഥിയായാൽ സുരേഷ് ഗോപിക്ക് വോട്ട് സ്പ്ലിറ്റായി പോയാൽ അത് കോൺഗ്രസിന് അത് ഒരു ക്ഷീണമായിരിക്കും. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു അധികായനെ, ലീഡറുടെ പുത്രൻ, അവരെ തന്നെയാണ് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് പത്മജയ്ക്ക് ഒരു വലിയ അടിയാണ്. കാരണം പത്മജ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ TN പ്രതാപൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നും അതുകൊണ്ട് താൻ BJPയിലേക്ക് പോയാൽ BJPയുടെ വോട്ട് കോൺഗ്രസിന്റെ വോട്ടിൽ നിന്നും വലിച്ചെടുക്കാം എന്നുള്ള ഒരു തന്ത്രമായിരിക്കാം അവർ മുന്നിൽ കണ്ടത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ്, ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അതിൽ കോൺഗ്രസ് എല്ലാവരും വളരെ സന്തോഷത്തിലുമാണ്. തീർച്ചയായും BJPക്ക് ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഒരു ടാർഗറ്റാണ്. അതിനപ്പുറത്തേക്ക് തൃശ്ശൂർ ശരിക്കും നോട്ട് ചെയ്തു വെച്ച് സുരേഷ് ഗോപി തന്നെ അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള പബ്ലിസിറ്റി കൊടുത്ത് വരുന്ന രീതിക്ക് പ്രധാനമാണ് എതിർ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ശരിക്കും അതൊരു അബദ്ധമായി കാണും ശരിക്കും BJPക്ക്. കാര്യം
പത്മജയെ BJP-യിലേക്ക് വലിച്ചത് ഇവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള സാധനം ശരിക്കും വ്യക്തമാണ്. അത് വളരെ വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് പത്മജയെ വലിച്ചപ്പോ കെ മുരളീധരൻ ഇവിടെ വന്ന് എൻട്രി ആയത് ശരിക്കും അവര് ഷോക്കായിട്ടുണ്ടാവും. കാര്യം എന്താ വെച്ചാൽ എടുത്ത പണി കൂടിപ്പോയോ എന്ന് സംശയം ഉണ്ടാവും BJP-ക്ക്. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ടാവും ഇവരെ ഇപ്പൊ മെമ്പർഷിപ്പ് കൊടുത്ത് എടുക്കണ്ടായിരുന്നു. അതെ, തീർച്ചയായും. കാര്യം എന്താ വെച്ചാൽ കറക്റ്റ് ശക്തമായ രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പറയാണ് നാളെ നിങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ രീതിയിൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും മാറ്റൂ എന്നുള്ളൊരു സംഭവം മനസ്സിൽ പോലും വിചാരിക്കാത്തായിരിക്കും BJP. അല്ലെ? ശരിക്കും അല്ലേ? പത്മജയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയാണ് ശരിക്കും സത്യം. സ്ഥാനാർത്ഥിത്വം, മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പത്മജയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ റെഡിയാണ്. അത് BJP-ക്ക് കൂടി റെഡിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പത്മജയുടെ അക്കൗണ്ടിലൂടെ വോട്ട് പിടിക്കാം എന്നുള്ള വ്യാമോഹമായിരുന്നു BJP-ക്ക്. പക്ഷെ കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി അത് ആ പിക്ചർ പൊളിഞ്ഞു. തീർച്ചയായിട്ടും കെ മുരളീധരൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇവിടുന്ന് വിജയിച്ച് പാർലമെന്റിൽ എത്തും എന്നുള്ള ഒരു ശക്തമായ തീരുമാനമാണ് ഇന്നലെ മുതൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ലീഡർ എന്ന് പറയുമ്പോൾ ലീഡറുടെ മകളായിട്ടാണ് ശരിക്കും BJP-യിലേക്ക് പത്മജ പോയത്. ഈ ലീഡർ എന്ന് പറയുമ്പോൾ ലീഡറെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ശരിക്കും തൃശ്ശൂരുണ്ട്. ലീഡറുടെ മണ്ണാണ് ശരിക്കും. അപ്പൊ ഈ ലീഡറുടെ മണ്ണിൽ ശരിക്കും ലീഡറുടെ മകൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ജയിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടുതലുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ചെറിയ പ്രതീക്ഷയല്ല, വലിയ പ്രതീക്ഷയാണ്. മകനെ കൈവിടില്ല എന്നുള്ള രീതിയിൽ മകനെ ഒരിക്കലും കൈവിടില്ല. അത് കാരണം അദ്ദേഹം ശരിക്കും പത്മജ പോയതിൽ പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നതല്ല. പത്മജ എന്റെ ആരുമല്ല എന്നുള്ള പ്രസ്താവന നടത്തിയേക്കുവാണ്. പത്മജയുമായി ഞാനൊരു യാതൊരു ബന്ധവുമില്ല, ചതിച്ചവരാണ് എന്റെ. അത് ഏറ്റവും വലിയ നമ്മൾ എടുത്തു പറയേണ്ട വിഷയം. എന്റെ അച്ഛന്റെ സ്റ്റാച്യുവിൽ പോലും BJP-ക്കാർ കൈവെക്കരുത് എന്നുള്ള പ്രസ്താവന അദ്ദേഹം കൊടുത്തത്. തീർച്ചയായിട്ടും. കാരണം കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അച്ഛന്റെ ചുവടുകളിലൂടെ ശക്തമായിട്ടുള്ള നമ്മുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി നിലകൊള്ളുകയും അത്യാവശ്യം പണിയെടുക്കുകയും നല്ല രീതിയിൽ തന്നെ പാർട്ടിയെ കെട്ടിപ്പടുത്തെടുക്കുവാൻ കൂട്ടു നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷെ പത്മജയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പണിയെടുക്കാതെ അച്ഛന്റെ അക്കൗണ്ടിൽ കെ കരുണാകരൻ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ആ അക്കൗണ്ടിലാണ് അവർ എന്തൊക്കെ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ടോ അതെല്ലാം കൊണ്ട് മുന്നോട്ട് പോയി. ഈ പത്മജ എന്ന് പറയുന്ന ആള് പഴയ കാലത്തിന്റെ പുതുകാലഘട്ടവും പാർട്ടി പുലർത്താനുണ്ടായ സാഹചര്യം ഈ മുരളിയെ ഈ ഒരു വലിയ രീതിയിലേക്ക് താഴ്ചയിലേക്ക് എത്തിച്ച വ്യക്തിയാണ് പത്മജ. തീർച്ചയായിട്ടും. ആ പത്മജ എത്തിച്ച അതേ രീതി തന്നെ ഇപ്പൊ മുരളി തിരിച്ചു വലിയ രീതിയിലേക്ക് വന്നു. ജനസമ്മതനായിട്ട് വലിയ രീതിയിലേക്ക് മുരളി എഴുന്നേറ്റ് വരുന്ന രീതി ഉയർത്തെഴുന്നേറ്റു. ശരിക്കും ഈ ഒരു കളി ശരിയല്ലേ? ഈ ഒരു കളി ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് ഒരു കളിയാണ്. അത് രാഷ്ട്രീയത്തിന് സത്യം ഉണ്ടെന്നാണ് തെളിയുന്നത്. സത്യമുള്ള രാഷ്ട്രീയമായതുകൊണ്ടാണ് ഈ ട്വിസ്റ്റ് ഇപ്പൊ ഇങ്ങനെ വരാൻ കാരണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് വരണം. അതിനുവേണ്ടി തന്നെയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. ആ അവസരത്തിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു പ്രാവശ്യം ലോകസഭയിലേക്ക് മത്സരിച്ചു, 2 തവണ തൃശ്ശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. എന്തുണ്ടായി? കാരണം ജനങ്ങൾ സ്വീകരിക്കണം സ്ഥാനാർത്ഥി. തീർച്ചയായും. അതിന് പിന്നെ അതിനുശേഷം പാർട്ടി മറ്റുള്ള ആളുകൾ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് വളരെ മോശമായ, അതായത് സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. പരിഗണന കൊടുത്തു എന്നുള്ളതാണ്. തന്റെ തോൽവിക്ക് കാരണം കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം അവര് പക്വതയില്ലാത്തൊരു നേതാവായിരുന്നു എന്നാണ്. കാരണം പക്വതയുള്ള ഒരു നേതാവാണെങ്കിൽ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല പാർട്ടിയെ വിനിയോഗിക്കേണ്ടത്. പാർട്ടിയുടെ അണികളെ ചേർത്ത് നിർത്താനും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കേണ്ടവർ തനിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഇതുവരെ പഠിച്ചത്. തീർച്ചയായും കെ മുരളീധരൻ എന്നുള്ള വ്യക്തി ശരിക്കും തൃശ്ശൂരിൽ വരും നിൽക്കും എന്നൊന്നും സ്വപ്നത്തിൽ പോലും BJP ഈ നാടാൻ നടത്തിയ BJP ഒന്നും ഒരു കാരണവശാലും പ്രതീക്ഷ ഉണ്ടാവില്ല. എനിക്ക് ചോദിക്കാനൊരു ചോദ്യം, ശരിക്കും പത്മജ BJP പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ പത്മജയുടെ മുഖം അത്ര ക്ലിയർ അല്ല, എന്തുകൊണ്ടായിരിക്കും? അതിപ്പോ തീർച്ചയായിട്ടും കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ അവരുടെ പിക്ചർ മാറിയല്ലോ, മുഖം മാറി. പിന്നെ ഒരു കാര്യമുണ്ട്, എന്തായാലും അവിടെ കയറിയിരിക്കുമ്പോ അവർക്കൊരു ജാളിത ഉറപ്പാ. കാരണം എൻ്റെ അച്ഛൻ കെ കരുണാകരൻ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറെ ബഹുമാനിച്ചിട്ടുള്ള ഒരു ലീഡറുടെ മകള് പാർട്ടി അംഗത്വം സ്വീകരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെടച്ചിലുണ്ടാവും. ഉറപ്പല്ലേ? കാരണം മനുഷ്യനാണെങ്കിൽ ആ ഒരു ഉണ്ടാവും. കാര്യം നിങ്ങളൊക്കെ ചതിച്ചു പോയ വ്യക്തിയാണ്. നിങ്ങളൊക്കെ പറഞ്ഞ വിഷയം ആ ഒരു പിന്നെ ഒരു മിന്നലെ ഉള്ളിൽ ആളി കത്തിണ്ടാവും. മനുഷ്യരാണെങ്കിൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ മനസ്സുണ്ടെങ്കിൽ എന്തായാലും
തീർച്ചയായും പത്മജ ശരിക്കും വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, പത്മജയ്ക്ക് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഇവരൊക്കെ വികാരങ്ങളും ഒക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.